അയ്യപ്പേട്ട, പാകിസ്ഥാന്റെ ഭീകര നടപടികൾ അതിനെക്കുറിച്ച് ലോകരാജ്യങ്ങളിൽ ആകെയും സംസാരിക്കണം, അവരെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതെ, അതിനായി ഒരു പ്രതിനിധി സംഘത്തെ നിയോഗിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ. തീർച്ചയായിട്ടും ആ പ്രതിനിധി സംഘത്തെ നയിക്കാൻ ചുമതലപ്പെടുത്താൻ പോകുന്നത് ശശി തരൂർ MP യെയാണ്. ഒറ്റ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളൂ, എന്തുകൊണ്ട് ശശി തരൂർ MP? അല്ല, അദ്ദേഹം ഐക്യരാഷ്ട്രസഭയുടെ അണ്ടർ സെക്രട്ടറി ആയിരുന്ന ആളാണ്, ജനറൽ ആയിരുന്ന ആളാണ്. തരൂരിനപ്പോൾ മിക്ക രാജ്യങ്ങളുമായിട്ട് ഒരു വ്യക്തിപരമായുള്ള സ്വതന്ത്ര ബന്ധമുണ്ട്, സ്വതന്ത്ര സൗഹൃദമുണ്ട്. ഇതുകൂടി അനുകൂലമായി ഉപയോഗിക്കാനാണ് ഇത്തരത്തിൽ തരൂരിനെ അവർ തിരഞ്ഞെടുക്കുന്നത്. വെരി സിമ്പിൾ. അതല്ലാതെ തരൂരിനെ BJPയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആഗ്രഹം BJPക്ക് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അത്തരത്തിലൊരു ആഗ്രഹം BJP ആഗ്രഹിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? BJP അത് ആ ആഗ്രഹം എന്നേ അദ്ദേഹത്തിന് അറിയിച്ചിട്ടുണ്ടാകും. അത്തരം ഓഫർ അദ്ദേഹത്തിന് എന്നേ കിട്ടിയിട്ടുണ്ടാകും. പക്ഷെ തരൂർ പോയില്ല എന്നുള്ളതാണ്. തരൂർ ഇതുവരെയും പിടിച്ചു നിന്നു. തരൂരിന് കോൺഗ്രസിൽ നിൽക്കുന്നതിന്, കോൺഗ്രസ് കണ്ണടക്കുന്നതിനൊക്കെ ചില കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും ആ ചേട്ടനറിയാം. തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കാം. എന്നാലും ഞാൻ ചോദിക്കുന്നത്, തരൂരിനെ സത്യത്തിൽ കേരളത്തിൽ മാത്രമായി ഒതുക്കി നിർത്തുക. അദ്ദേഹം വിദേശകാര്യ സഹമന്ത്രിയും വിദേശകാര്യ മന്ത്രിയൊക്കെ ആയിരുന്ന ആളാണ് ആ ഒരു ടൈമില്. പക്ഷെ അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് എന്തെല്ലാം കഴിയുമോ അതൊന്നും ഉപയോഗപ്പെടുത്താനായിട്ട് ഈ കോൺഗ്രസ് പോലെ തമ്മിലടിയുള്ള പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹം ഞാൻ മുഖ്യമന്ത്രി ആയാൽ എന്താണ് കുഴപ്പം എന്നുള്ള ഒരു ചോദ്യം പോലും അദ്ദേഹത്തിൽ നിന്ന് വരുന്നത്, അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളും ചെയ്യാതെ അദ്ദേഹത്തെ ചവിട്ടി മെതിച്ച് ഒരു മൂലക്കിടുന്നത് കൊണ്ടല്ലേ? തീർച്ചയായിട്ടും. അതായത് ഒരു ഈ പറയുന്ന പോലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഒരു നേതാവും ഇത്തരത്തിൽ താൻ മുഖ്യമന്ത്രി ആയാൽ എന്തെന്ന് ആരും ഇതിന് വെട്ടിത്തുറന്ന് ചോദിക്കില്ല. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, അതായത് VD സതീശൻ പറയൂ, ഉള്ളിൽ ആഗ്രഹമല്ലേ വെച്ചോണ്ട് നടക്കുള്ളൂ. VD സതീശൻ ഉടുപ്പൊക്കെ തയ്പ്പിച്ചു വെക്കും, പക്ഷെ പറയൂല. ഈ പറയുന്ന പോലെ തരൂർ ഇത് ചോദിച്ചപ്പോൾ ഇവരെല്ലാം മൂക്കത്ത് വിരൽ വെച്ചു. ഇയാളിത് എന്താ ഈ ചോദിക്കുന്നത്? അതിനകത്ത് ലോജിക്കുണ്ട്. കാരണം ഇദ്ദേഹത്തിന് രാഷ്ട്രീയം അറിയില്ല എന്നുള്ളതിൻ്റെ തെളിവാണത്. കോൺഗ്രസ് പോലൊരു പാർട്ടിയിൽ ഇത്തരത്തിൽ ഒരാൾ അങ്ങനെ പറയില്ല ഒരിക്കലും. സാക്ഷാൽ കരുണാകരൻ പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ മുഖ്യമന്ത്രിയായ എന്താ കുഴപ്പമെന്ന് കരുണാകരൻ ചോദിച്ചിട്ടില്ല, ഉമ്മൻചാണ്ടി ചോദിച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹം ഡയറക്റ്റായി ചോദിച്ചത് അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ അല്ല എന്നുള്ളതിന്റെ തെളിവാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല. ഒരു രാഷ്ട്രീയക്കാരന് വേണ്ട മെയ് വഴക്കം ഈ 5ാം തവണ, എനിക്ക് തോന്നുന്നു 5ാം തവണയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ജയിക്കുന്നത്. 2006 മറ്റോ ആണ് അദ്ദേഹം ആദ്യം വരുന്നത്. 2008 മറ്റോ ആണ് അദ്ദേഹം ആദ്യം മത്സരിക്കുന്നത്. അന്ന് തരൂർ ആരാണെന്ന് ആർക്കും അറിയില്ല. തിരുവനന്തപുരത്തെ പ്രബുദ്ധ ജനത, അതായത് വിദ്യാഭ്യാസം കൂടിയ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെയുള്ള ഒരു പ്രത്യേക ക്ലാസ് ഓഫ് പീപ്പിൾ ഉള്ളൊരു സ്ഥലത്തേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുവരുമ്പോൾ തരൂർ ആരാണ് എന്ന് ഒരു വേള അറിയാൻ അവർ ഒരുപാട് പ്രയാസപ്പെട്ടു. എങ്കിലും തരൂർ അവിടെ ജയിച്ചു. അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി അങ്ങനെ അവിടെ തുടങ്ങി ഇപ്പോൾ ലാസ്റ്റ് അദ്ദേഹം ജയിച്ചത് വരെ അദ്ദേഹം MP ആയിരിക്കുന്നത്. അദ്ദേഹം ഈ പറയുന്നത് ഇപ്പോഴെങ്കിലും അദ്ദേഹം കുറച്ച് രാഷ്ട്രീയം പഠിച്ചിട്ടുണ്ടാകുമെന്ന് നമ്മൾ കരുതി. അദ്ദേഹം ഒരു വലിയ ഉദ്യോഗസ്ഥനായിരുന്നതല്ലേ, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതല്ലേ. അപ്പോൾ അദ്ദേഹം അതും പഠിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ മുഖ്യമന്ത്രിയായാൽ എന്ത്. സത്യത്തിൽ പിന്നീട് ഇങ്ങോട്ടേക്ക് ഭരണം എന്ന് പറയുന്നത് കോൺഗ്രസിന് തൊട്ടു നോക്കാൻ കിട്ടിയിട്ടില്ല. തീർച്ചയായിട്ടും ഒരു ടച്ചിങ്സിന് പോലും ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. അതായത് ഈ തരൂർ ഇങ്ങനെ തനിക്ക് മുഖ്യമന്ത്രി ആകണമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ മുഖ്യമന്ത്രി ആകണം എന്ന് പറഞ്ഞപ്പോൾ പാർട്ടിക്കകത്ത് നിന്ന് ഇങ്ങനെ എതിർ ശബ്ദം ഉണ്ടായപ്പോൾ AK ബാലനും കൂട്ടരൊക്കെ, അന്ന് AK ബാലൻ സജീവമാണ്. അപ്പോൾ AK ബാലനൊക്കെ അന്നൊരു ഡയലോഗ് കഴിച്ചു, തരൂർ വന്നാൽ ഞങ്ങൾ തരൂരിനെ സ്വീകരിക്കും. സന്ദീപ് വാര്യർ വന്നപ്പോൾ ക്ലിയർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ എടുക്കും എന്ന് പറഞ്ഞല്ലോ. അത് പാർട്ടിക്കുള്ളിൽ ആരെങ്കിലും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുണ്ടോ എന്നുള്ളത് ബാലൻ സഖാവിനോട് ചോദിച്ചാൽ ബാലൻ സഖാവ് സത്യം പറഞ്ഞ ചിരി വരേണിത്. സത്യം പറഞ്ഞാൽ ഈ പറയുന്ന തരൂരിനെയൊക്കെ ക്ഷണിക്കാൻ ഇവർക്കൊക്കെ നാളെ തരൂർ ഇത് കേട്ടാ എന്ത് ചിന്തിക്കും? ഇത് ഇപ്പൊ ഈ സംഭവിച്ചിരിക്കുന്ന കാര്യം നിലവിൽ ഈ വിദേശകാര്യത്തിനായുള്ള പാർലമെന്ററി സമിതിയുടെ അധ്യക്ഷൻ കൂടിയാണ് തരൂർ. May 22 ഈ സംഘം പുറപ്പെടുക. ജൂൺ ആദ്യം ആ സംഘം തിരിച്ചെത്തുകയും. ഞാൻ ചോദിക്കുന്നത്, ഇതുവരെയും BJP പരവതാനി വിരിച്ച് കാത്തിരുന്നു.
അദ്ദേഹം വന്നില്ല. അദ്ദേഹത്തിന്റെ ഒരു നിലപാട് കൊണ്ടാണ് അദ്ദേഹം വരാതിരുന്നത്. അങ്ങനെ പൊട്ടിത്തെറിച്ചൊക്കെ പോകാനുള്ള സാഹചര്യമായിരുന്നെങ്കിൽ ഒരുപാട് സാഹചര്യങ്ങൾ അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു. അദ്ദേഹം അത് ചെയ്തില്ല. പക്ഷേ ഇത് വളരെ നയപരമായിട്ട് ഒരു കൊളുത്ത് BJP അങ്ങോട്ടേക്ക് ഒരു ചൂണ്ട ഇട്ട് കൊടുക്കുന്നത് പോലെയല്ല. തീർച്ചയായിട്ടും ആ ചൂണ്ട ഇടുന്നതാണ്. അത് മനസ്സിലാക്കാനുള്ള കഴിവ് കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. ഇപ്പോൾ ഈ കേരളത്തിനകത്ത് പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തിന്റെ അല്ല തീരുമാനം തരൂരിന്റെ തീരുമാനമാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ തീരുമാനം ഇതിനകത്തൊരു വലിയ പങ്കാണ്. അദ്ദേഹത്തിന് അവസാന വാക്കായിട്ട് ചോദിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. എന്തുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ നമ്മൾ നേരത്തെ മുഖ്യമന്ത്രി ആയാലും എന്തെന്ന ചോദ്യം വന്നു. പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണത്തിലെ നൈപുണ്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പ്രകീർത്തിച്ചു. വ്യവസായ വകുപ്പിനെ കുറിച്ച് അതും അന്ന് ഇവിടെ എല്ലാവരും കൂടെ എതിർത്തു. അതായത് അദ്ദേഹം എത്രയോ നാളുകളായി കേരളത്തിലെ ഈ രാഷ്ട്രീയത്തിൽ, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു കണ്ണിലെ കരടായി തീർന്നിട്ട് കാലങ്ങളായി. അതിന്റെ കാരണം ഇവരാരെ പോലെയും ഒരു പക്ക പൊളിറ്റീഷ്യനല്ല. കൊടുക്കുന്ന സുരേഷിനെ പോലെയല്ല, രമേശിനെ പോലെയല്ല, ഇവരാരെയും പോലെയല്ല. രമേശ് എങ്ങനെ നേതാവായെന്നും കൊടിക്കുന്നിൽ എങ്ങനെ നേതാവായെന്നും KC വേണുഗോപാൽ എങ്ങനെ നേതാവായി ആ ഒരു ചരിത്രമല്ല ഇദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തിന്റെ ചരിത്രം രാഹുൽ ഗാന്ധി എന്ന നേതാവുമായി ബന്ധപ്പെട്ടാണ്. രാഹുൽ ഗാന്ധി എന്ന നേതാവിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത പല രഹസ്യങ്ങളും വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പല രഹസ്യങ്ങളും അറിയാവുന്ന ഒരു വ്യക്തിയാണ് ശശി തരൂർ എന്നുള്ളത്. അരമന രഹസ്യം, അങ്ങാടി പാട്ടെന്ന് പറയുന്നത്. രാഹുൽ ഗാന്ധി വിദേശത്ത് പോയി നടത്തിയ ലീലാവിലാസം, രാഹുൽ ഗാന്ധിയുടെ ചില പ്രായത്തിൽ അദ്ദേഹത്തിന് ഇതിനേക്കാളും കുറച്ചുകൂടെ ചെറുപ്പകാലത്ത് അദ്ദേഹം കാണിച്ച ചില ലീലാവിലാസം. അദ്ദേഹം ചെറുപ്പക്കാരനാണ് കോൺഗ്രസ് പറയുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ ലീലാവിലാസങ്ങളിൽ കൈയോടെ പിടിക്കപ്പെട്ടു ലേലുവല്ലു എന്ന് പറഞ്ഞ് പിടിക്കപ്പെട്ടപ്പോൾ കരഞ്ഞപ്പോൾ അന്ന് നയതന്ത്ര പ്രതിനിധിയായി UNലുള്ള ശശി തരൂർ അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തി എന്നൊരു കഥ കൂടെയുണ്ട്. ആ രക്ഷപ്പെടുത്തലിന്റെ സ്നേഹമാണ് രാഹുൽ ഗാന്ധിക്ക് ഉള്ളത്. ആ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നീക്കുപോക്കുണ്ട്. ആ പാലം തരൂർ എന്താണ് പ്രശ്നം? ഇത്രയും നാളത് വലിച്ചിട്ടില്ല. ഇനി ഇപ്പോൾ ചിലപ്പോൾ വലിക്കാൻ സാധ്യതയുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അദ്ദേഹത്തെ പോലെ ഇത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു നയതന്ത്ര പ്രതിനിധിയായിരുന്നു അദ്ദേഹം അല്ലെ? അപ്പൊ ആ ഒരാളെ വേണ്ട രീതിയിൽ ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഉപയോഗപ്പെടുത്താൻ അവർ സമ്മതിക്കത്തില്ല. ഇവിടുത്തെ രാഷ്ട്രീയം, ഇവിടുത്തെ കോൺഗ്രസ് രാഷ്ട്രീയം ഇപ്പൊ കിച്ചൺ ക്യാബിനറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ കിച്ചൺ ക്യാബിനറ്റിന് ശശി തരൂരിനെ ഞാൻ ചോദിക്കട്ടെ, എത്രയോ പ്രഗത്ഭരായ ആൾക്കാർ ക്യാബിനറ്റിൽ നടക്കുന്ന ആളല്ല തരൂർ. അദ്ദേഹത്തിന്റെ രീതി അതല്ലല്ലോ. നമ്മള് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ KC വേണുഗോപാൽ എന്ന മഹാനായ വ്യക്തി എന്ന് കേന്ദ്രത്തിൽ AICCയിലേക്ക് കാലുകുത്തിയോ അന്ന് മുതൽ എത്രയോ പ്രഗത്ഭരായ ആൾക്കാർ അവിടെ നിന്ന് പോയിട്ടുണ്ട്. ഇനി പോകാനുള്ള ജയറാം രമേശ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും പോയി. ഗുലാം നബി ആസാദ് പോയില്ലേ? ആരെല്ലാം പോയി? കോൺഗ്രസുമായി, ആ കുടുംബവുമായി എത്ര അടുത്ത് നിന്നവരുണ്ട്, നെഹ്റു കുടുംബവുമായി. അവരെല്ലാം കരഞ്ഞുകൊണ്ടല്ലേ പിന്നെ നമ്മളെ എത്രയോ പേരുകൾ അങ്ങനെയുണ്ട്. ടോം വടക്കൻ സ്ഥാനാർത്ഥിയാകുമെന്ന് പറഞ്ഞു. ടോം വടക്കനൊക്കെ പോകുന്ന ആരെങ്കിലും കരുതിയതാണോ? അപ്പോൾ അങ്ങനെ അത്തരത്തിൽ നിരവധി പേര് പോയതുപോലെ ഇദ്ദേഹം പോകേണ്ട സമയം കഴിഞ്ഞു. ഇദ്ദേഹം ഇപ്പോൾ മല്ലികാർജുൻ ഖാർഗെക്കെതിരെ മത്സരിച്ച ആളാണ്. AICCയിൽ പ്രസിഡന്റ് ആവാൻ മത്സരിച്ച ആളാണ്. എന്താ അദ്ദേഹത്തിനൊരു കുഴപ്പം? അദ്ദേഹം മത്സരിച്ചപ്പോൾ ഇവിടുന്ന് വോട്ട് കിട്ടിയില്ലേ? MK രാഘവൻ വോട്ട് ചെയ്തു. കോൺഗ്രസിന്റെ ഭാവി തന്നെ മാറി. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതിനുള്ള കാലിബർ ഉണ്ട്. അദ്ദേഹത്തിന് അങ്ങനെയുള്ള കഴിവുള്ള മനുഷ്യനാണ്. അദ്ദേഹം എത്ര നോവൽ എഴുതിയ ആളാണ് ഇംഗ്ലീഷിലൊക്കെ. അദ്ദേഹത്തിന്റെ ഭാഷാ പ്രാവീണ്യം എത്രയാ? ഇവിടെ 4 ഒരാൾക്ക് അതിന് കഴിയോ? ഹിന്ദി, ഇംഗ്ലീഷ്, എത്ര ബഹുഭാഷാ പാണ്ഡിത്യമുള്ള ആളാണ്. അതൊന്നും ഈ പറയുന്ന പോലെ ഇവർക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല. പ്രജിത, ഞാൻ ചോദിക്കുന്നത് ചേട്ടാ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ചൂണ്ടയിട്ടിരിക്കുന്നത് ഇതൊരു പിടിവള്ളിയാണ്. സത്യത്തിൽ ഇതിന്റെ തീരുമാനം തരൂരിൻ്റെതാണ്. തരൂർ ഇത് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇനി വരുന്ന, അതായത് കോൺഗ്രസും CPM ഇനി ഭരണത്തിൽ വരുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കില്ല. ഇനി ആ നാട്ടുകാർക്കുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. കേന്ദ്രത്തിൽ ഇനി വരുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തെ പോലൊരു എന്താ പറയാ, അത്രയും പ്രാഗൽഭ്യമുള്ള ഒരു വ്യക്തി ഇരിക്കേണ്ട വഹിക്കേണ്ട പദവികളുണ്ട്. ആ രീതിയിലേക്ക് ഇനി എത്തണമെന്നുണ്ടെങ്കിൽ അത് BJPക്കൊപ്പം നിന്നാൽ മാത്രമല്ലേ കഴിയുള്ളൂ. അല്ല, ഇത് പറയുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളോട് പറയണം. അദ്ദേഹം ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞു. അദ്ദേഹം അത് നമ്മൾ കോമൺ ആയിട്ടുള്ള ഇപ്പൊ ഇവിടുത്തെ വരട്ട് തത്വവാദ രാഷ്ട്രീയം പറയുന്നവർക്ക് പഹൽഗാമില് ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ബേബി ചോദിച്ചു, ഇന്ത്യയെ ഇതുവരെ പിടിച്ചില്ല, ആ തീവ്രവാദികളെ ഇന്ത്യയെ പിടിച്ചില്ല. ഇവർ ഇന്ത്യ ഭരിച്ചിട്ടുണ്ടോ? ഇവർ ഈ CPM എന്ന് പറയുന്ന പാർട്ടി ഇന്ത്യ ഭരിച്ചിട്ടുണ്ടോ? ഈ പറയുന്ന 2-3 സ്റ്റേറ്റുകൾ ഭരിച്ചുള്ളൂ. ഇന്ത്യൻ ഭരണം വേറെയാണ് സഖാവേ. ഇന്ത്യൻ ഭരണം വേറെയാ. ഒരു യുദ്ധം നടക്കുമ്പോൾ ആ യുദ്ധത്തിൽ ചില ഫോർമാലിറ്റീസ് ഉണ്ട്. ആ കാര്യങ്ങളൊന്നും സഖാവ് ബേബിക്ക് അറിയില്ലേ? വായിച്ചിട്ടുണ്ടല്ലോ, തോളിൽ സഞ്ചി ഉണ്ടല്ലോ എപ്പോഴും. അപ്പം നമുക്ക് ഇത്രയും ചോദിക്കാനുള്ളൂ, ഇദ്ദേഹം എന്ത് തെറ്റാ ചെയ്തത്?
ഇദ്ദേഹം ചോദിച്ച ഒറ്റ ചോദ്യമുള്ളത് ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂറിനെ ഒരു കോമൺ ആയ ഒരു രാജ്യസ്നേഹിയോട് ചോദിക്കുന്ന പോലെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ നന്നായെന്ന്. അതിലെന്ത് തെറ്റെന്നാണ് അദ്ദേഹം പറഞ്ഞ കാര്യമല്ലേ, 71-ലെ സാഹചര്യമല്ല ഇപ്പോഴും. പിന്നെ 71-ലെ സാഹചര്യവുമായി താരതമ്യപ്പെടുത്താൻ പറഞ്ഞു. അദ്ദേഹം അതും തുറന്നു പറഞ്ഞു. 71-ലെ സാഹചര്യമല്ല ഇന്ദിരാഗാന്ധി. അതിപ്പോ എന്താ തെറ്റ്? സത്യമല്ലേ പറയുന്നത്. ഇപ്പൊ ഇന്നത്തെ സാഹചര്യമല്ല നാളെ ഉണ്ടാവുക. അല്ല പ്രജിത, അതിൽ പോയിന്റ്സ് ഉണ്ട്. 71-ലെ സംഗതി എന്ന് പറഞ്ഞാൽ ഇവർ കോൺഗ്രസ് ഇപ്പോഴും ഭൂതകാലത്തിൽ സഞ്ചരിക്കുന്ന ഒരു പാർട്ടിയാണ്. ഭൂതകാലത്തിൽ സഞ്ചരിച്ചാൽ വർത്തമാനത്തിൽ എങ്ങനെ ഒരു രാഷ്ട്രീയം വിജയിക്കും? ഭൂതകാലത്തിൽ സഞ്ചരിക്കുന്നവർ ഭൂതകാലത്തിലെ അവർ ഭൂതകാലത്തിൽ നിന്ന് ഇതുവരെ മാറിയിട്ടില്ല. അവരുണ്ടാക്കി വെച്ച അവർ മാറിയിട്ടില്ല എന്നുള്ളതല്ല അവിടെ എനിക്ക് പറയാനുള്ളത്. അവർ മാറുകയല്ല, ഭൂതകാലത്തിൽ ജനങ്ങളെ സഞ്ചരിക്കാൻ അവർ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക. അവർ ഈ വരുന്ന കാലത്തിലേക്ക് വേണ്ടിയിട്ട് ജീവിക്കുകയും അവർ വർത്തമാന കാലത്തിൽ ജീവിക്കുകയും ഈ പറയുന്ന ഭൂതകാലത്തിന്റെ ചില അവർക്ക് ഇപ്പൊ ഇന്ദിരാഗാന്ധിയെ കുറിച്ച് പറയുന്നത് വലിയ സ്മരണയായിരിക്കാം, അവർക്ക് ഇന്ദിരാഗാന്ധിയുടെ കാര്യങ്ങൾ വേദവാക്യമായിരിക്കാം. പക്ഷെ ശശി തരൂർ പറഞ്ഞ ചില പോയിന്റ്സ് 1971-ലുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ പോയിന്റ്സ് ആണ്. അദ്ദേഹം അതാണ് ഇപ്പോഴും പറയുന്നത്. അതും ഇതുമായി എങ്ങനെ താരതമ്യം ചെയ്യും എന്ന് ചോദിച്ചു. അത്തരത്തിൽ ഇപ്പം പ്രീത പറഞ്ഞതുപോലെ ഭൂതകാലത്തിൽ ജീവിച്ചുകൊണ്ട് അവർ ഭൂതകാലത്തെ ഓർമ്മപ്പെടുത്തി നമ്മെ അത് അടിച്ച് ജനത്തെ അത് അടിച്ച് ഏൽപ്പിക്കുകയും അത് നമ്മളെ അതിൽ ജീവിക്കാം. അതാണ് വലിയ കാര്യം. 60 കൊല്ലം ഭരിച്ച് നശിപ്പിച്ച് നാറാണം കല്ല് കയറിയിട്ടുണ്ട് പല കാര്യത്തിലും. എന്നിട്ട് വർത്തമാനകാലത്തിൽ സഞ്ചരിച്ചുകൊണ്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ ശശി തരൂര് എന്ത് വന്നാലും ഈ പ്രായോഗിക രാഷ്ട്രീയത്തിലെ ഒരു കള്ളത്തരങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന കള്ളത്തരമൊന്നുമല്ല, അദ്ദേഹത്തിന് രാഷ്ട്രീയം പറ്റിയതല്ല എന്ന് അദ്ദേഹം നിരന്തരം പ്രകടിപ്പിച്ചു. അദ്ദേഹത്തിന് രാഷ്ട്രീയം പറ്റിയതല്ല, പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ. ഇത് കോൺഗ്രസ് രാഷ്ട്രീയത്തിന് പറ്റിയ ഒരാളാണ്. പക്ഷെ ഇത് നല്ല ബുദ്ധിയാണ്. ഈ ഒരു ബുദ്ധിയിലൂടെ ഇത്തരത്തിൽ ദേശീയ ഐക്യം നിർണായകമായ ഒരു ഘട്ടത്തിൽ പ്രകടിപ്പിച്ച തന്റെ അഭിപ്രായ പ്രകടനങ്ങൾ വ്യക്തിപരമായ കാഴ്ചപ്പാടുകളായി കാണുന്നതിന് ശശി തരൂർ വിമുഖത പ്രകടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇവരിപ്പോൾ നയതന്ത്രപരമായ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നു. ഇതിന് അദ്ദേഹത്തിന് കോൺഗ്രസിന്റെ കൺസേൺ ഒന്നും കിട്ടാൻ പോകുന്നില്ല. കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് അതെ, കോൺഗ്രസിന്റെ കൺസേൺ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ അത് രണ്ടാമത്തെ അദ്ദേഹം എടുക്കുന്ന നിലപാട് എന്തായിരിക്കും എന്നുള്ളത് അനുസരിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം അല്ലെങ്കിൽ ഇനിയുള്ള അദ്ദേഹത്തിന്റെ ഒരു ജീവിതം, കാരണം അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് ഈ ഒരു കാര്യത്തിൽ അദ്ദേഹം എടുക്കുന്ന തീരുമാനം അനുസരിച്ച് ആശ്രയിച്ചിരിക്കും.